ഒടുവിൽ കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ഒട്ടാകെ ആരംഭിച്ചുവെങ്കിലും കേന്ദ്രവിഹിതം കിട്ടാത്തത് മുഖേന പല സംസ്ഥാനങ്ങളും പാതിയിൽ വെച്ച് തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കി. എന്നാൽ അപ്പോഴും തൊഴിലുറപ്പ് പദ്ധതിയുമായി മുന്നോട്ട് പോയത് കേരള സർക്കാരാണ്. പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് നൽകുന്നതിലൂടെ മികച്ച വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയായിരുന്നു. ഒട്ടേറെ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്തു. കേരളത്തിലെ തൊഴിൽ രഹിതർക്കായി സർക്കാർ നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനും ഗ്രാമീണ വികസനത്തിനും ലക്ഷ്യമിടുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. ഈ പദ്ധതി ഗ്രാമീണ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ഗ്രാമീണ വികസനത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. എന്നാൽ മറ്റെല്ലാ മേഖലയിലെയും പോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയോടും കേന്ദ്ര സർക്കാർ കടുത്ത അവഗണനയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആശാ തൊഴിലാളികളോടും അംഗനവാടി തൊഴിലാളികളോടും കാണിച്ചുകൊണ്ടിരുന്ന അതേ ക്രൂരത തൊഴിലുറപ്പ് ചെയ്യുന്ന സാധാരണ സ്ത്രീകളോടും കേന്ദ്ര സർക്കാർ കുറെ കാലമായി ആവർത്തിച്ചു വരികയാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകാനുണ്ടായിരുന്ന 811 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് പിടിച്ചുവച്ചിരുന്നത്. ഇതിനുവേണ്ടി പല പ്രാവശ്യം കേരള സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. എല്ലാ മേഖലയെയും സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള പിണറായി സർക്കാരിന്റെ നല്ല മുഖമില്ലാതാക്കി ജനങ്ങൾക്കിടയിൽ പിണറായി ഒരു മോശം ഭരണാധികാരിയായി വരുത്തി തീർത്ത് കേരളത്തിന്റെ അധികാരം കൈയാളാമെന്നുള്ള BJPയുടെ ഗൂഢലക്ഷ്യം തന്നെയായിരുന്നു ഇതിനു പിന്നിലും. എന്നാൽ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കേന്ദ്രം അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തിന് നൽകാനുള്ള മുഴുവൻ തുകയും നൽകാൻ തീരുമാനമായത്. ഇതിനെക്കുറിച്ച് മറ്റ് അറിയിപ്പുകളൊന്നും ഇതുവരെ കേരളത്തിന് ലഭിച്ചിരുന്നില്ല എങ്കിലും ഇന്ന് രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്കിടയിൽ കോൺഗ്രസ് MP അടൂർ പ്രകാശിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായാണ് കേന്ദ്ര സർക്കാർ ഇത് പറഞ്ഞത്. ഏറ്റവും മികച്ച രീതിയിൽ തൊഴിലുറപ്പ് സംവിധാനം കൊണ്ടുപോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ് എന്നും കേരളത്തിന് ഏറ്റവും മികച്ച കൂലിയാണ് നൽകാൻ കഴിയുന്നതെന്നും കേന്ദ്രം പറഞ്ഞു. കേന്ദ്രം പണം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ വളരെ പ്രതിസന്ധിയിലായ അവസ്ഥയിലായിരുന്നു കേരളത്തിലെ തൊഴിലുറപ്പ് മേഖലയും. തൊഴിലുറപ്പ് മേഖലയെങ്കിലും നിർത്താതെ തന്നെ തുടർന്നു കൊണ്ടുപോയത് കേരള സർക്കാരിന്റെ മികച്ച കഴിവ് കൊണ്ട് തന്നെയാണ്. എന്നാൽ കേന്ദ്രം നിരന്തര സമ്മർദ്ദത്തിനൊടുവിലും ഇതിന് വഴങ്ങിയില്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ തൊഴിലുറപ്പ് മേഖല ആകെ അവതാളത്തിലാകുമായിരുന്നു എന്ന കാര്യം നിസ്സംശയം പറയാം. ഇതുതന്നെയാണ് ആശാ തൊഴിലാളികൾക്കും അങ്കണവാടി ജീവനക്കാർക്കും ഇടയിൽ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രം മതി കേരളത്തിലെ അങ്കണവാടി ജീവനക്കാർക്കും ആശാ തൊഴിലാളികൾക്കും അർഹമായ തുക കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ. പക്ഷെ അതിനെ കോൺഗ്രസുകാരുടെ ഗൂഢ രാഷ്ട്രീയ തന്ത്രം അനുവദിക്കുന്നില്ല എന്ന് വേണം പറയാൻ. എന്തു തന്നെയായാലും ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം വാങ്ങിച്ചെടുത്ത കേരള സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നു.